ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈക്രോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പറേഷനെ പറ്റിയിട്ടല്ല, പ്ലാനിങ് സ്ട്രാറ്റജിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ പ്ലാനിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പൊതുവെ ആരും അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. കാരണം ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം സർവ്വസാധാരണമാണ്. സ്കൂളിൽ നിന്ന് കോളേജിലോട്ട് പോകാൻ, പിന്നെ കോളേജിൽ നിന്ന് ഹയർ സ്റ്റഡീസിന്, പിന്നെ ജോബിന് എല്ലാത്തിനും കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം തന്നെയാണ് നമ്മൾ എക്സാംസിന് പ്ലാൻ ചെയ്യാതെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ഓരോ പേഴ്സണും അവരുടേതായ രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ, എന്നാൽ മാത്രമേ ആ പ്രിപ്പറേഷൻ എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് സജഷൻസ് ആണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ അതിലോട്ട് പോവാം. ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ജസ്റ്റ് സജഷൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് മോഡിഫൈ ചെയ്തിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് എന്താണ് നമ്മുടെ 6 സ്റ്റെപ്സ് ബിഫോർ യു സ്റ്റാർട്ട് പ്രിപ്പയറിങ്, അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ 6 സ്റ്റെപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ്? വിച്ച് എക്സാം ആൻഡ് ഹൗ മച്ച് ടൈം ഡു ഐ ഹാവ്. അപ്പോൾ ആദ്യമായിട്ട് ഏത് എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എത്ര ടൈമാണുള്ളത്, അതുപോലെ ആ എക്സാം ഒരു ഇയറിലെ ഏത് ടൈമിലായിരിക്കും വരുന്നത് എന്നൊക്കെ നോക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. സെക്കൻഡ്, അതിൻ്റെ സിലബസും പാറ്റേൺസും മനസ്സിലാക്കുക. തേർഡ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക. ഫോർത്ത് വൺ, പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് അനലൈസ് ചെയ്യുക. ഫിഫ്ത്ത് വൺ, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് സിക്സ്, ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ പോയിന്റ്സിനെയും പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് എക്സാം. ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ? ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാംസ് ഉണ്ട്. നമ്മൾ ഏത് ഫീൽഡാണ് പഠിക്കുന്നത്, ഏത് ജോബിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടിയിട്ടാണോ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ലൈഫ് സയൻസസിനെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ, BSc-കാർക്ക് MSc-യിലോട്ട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ IIT JAM ഉണ്ടാവും, JNU, EE, QCET, പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ കോമ്പറ്റേറ്റീവ് എക്സാം. അതുപോലെ MSc സ്റ്റുഡൻസിന് നോക്കുവാണെങ്കിൽ അവർക്ക് CSIR നെറ്റ് എക്സാം ഉണ്ട്, ഗേറ്റ് എക്സാം ഉണ്ട്, ലൈഫ് സയൻസ്, ബയോടെക്നോളജി, അങ്ങനെ പല ടൈപ്പ് എക്സാംസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏത് എക്സാമാണ് എഴുതാനുള്ളതെന്ന് തീരുമാനിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഗേറ്റ് എക്സാം ആണ് എടുക്കുന്നത്, കാരണം ഏറ്റവും അടുത്തായിട്ട് വരാൻ പോകുന്ന ആ എക്സാം ആണല്ലോ. നെക്സ്റ്റ് തിങ്, ഹൗ മച്ച് ടൈം ഡു ഐ ഹാവ്. എത്ര ടൈമാണ് എനിക്കത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒരു ഇയറിൽ ഒരു സ്പെസിഫിക് ടൈം ഉണ്ടായിരിക്കും. ആ ടൈമിലായിരിക്കും ആ എക്സാംസ് പൊതുവെ നടത്തുന്നത്. ഇപ്പോൾ ഗേറ്റ് എക്സാം എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അത് എല്ലാ വർഷവും ഫെബ്രുവരിയിലാണ് പൊതുവെ നടത്തുന്നത്. ഈ വർഷം അങ്ങനെ തന്നെയാണ് നവംബറിൽ. അപ്പോൾ ഈ കാര്യം ഓർത്തുകൊണ്ട് നമ്മൾ ആലോചിക്കുക നമുക്ക് എത്ര ടൈമാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ ചില ആൾക്കാർ എന്തായിരിക്കും ചെയ്യുന്നത്, ഒരു വർഷം തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. ചിലർ നമ്മൾ സ്റ്റഡീസിനോടൊപ്പം തന്നെ ആയിരിക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഓരോ ആൾക്കാരും അവരവരുടേതായിട്ടുള്ള ടൈം നിങ്ങൾക്ക് എന്തുമാത്രമാണ് അവൈലബിൾ എന്നുള്ള രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് 1 ഇയർ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആ ഒരു എക്സാമിൻ്റെ സിലബസ് ഒരുവിധം കവർ ചെയ്യാനും, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കാനും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും എല്ലാത്തിനും ടൈം കിട്ടും. അതുപോലെ 6 months ആണുള്ളതെങ്കിലും ഒരുവിധം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് കറൻ്റ്ലി ഒരു MSc കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിൽ അവർക്ക് 1 ഇയർ ആണെങ്കിൽ പോലും അത്രയും ടൈം കിട്ടത്തില്ല. അതുപോലെ ചില സമയത്ത് നമുക്ക് ആഴ്ചകൾ മാത്രമേ കിട്ടത്തുള്ളൂ പ്രിപ്പയർ ചെയ്യാൻ, ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ. ഭൂരിഭാഗം കുട്ടികളും കുറച്ച് ടൈം ഉള്ളപ്പോഴായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരിക്കലും നമുക്ക് ഫുൾ സിലബസ് കവർ ചെയ്യാനൊന്നും കഴിയത്തില്ല. അത് നമുക്ക് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ ടൈം അവൈലബിലിറ്റി, ഇതാണ് നമ്മുടെ പ്ലാനിങ്ങിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. എത്ര ടൈം നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കാര്യത്തിലോട്ട് വരാം. അതാണ് സിലബസ് ആൻഡ് പാറ്റേൺ. നമ്മൾ ഏത് എക്സാമാണ് സെലക്ട് ചെയ്തതെന്ന് നമുക്കിപ്പോഴറിയാം അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ എക്സാമിൻ്റെ സിലബസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടൊക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗേറ്റ് ആണ് പറയുന്നതെങ്കിൽ ഗേറ്റ് ലൈഫ് സയൻസസിൻ്റെ സിലബസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, നമ്മൾ ആ സിലബസ് ഒന്ന് വായിച്ചു നോക്കുക. മൊത്തത്തിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. അതിനോടൊപ്പം തന്നെ അതിൽ ഏതൊക്കെ ടൈപ്പ് സെക്ഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഗേറ്റ് എക്സാം ആണെങ്കിൽ അതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരാറുണ്ട്, അതുപോലെ സബ്ജക്ട് സ്പെസിഫിക് പോർഷൻസും വരാറുണ്ട്. സബ്ജക്റ്റിലാണെങ്കിൽ ലൈഫ് സയൻസിനെ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രി, ബയോകെമിസ്ട്രി, അതുപോലെ മൈക്രോബയോളജി, അങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് അതിനുള്ളിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കണം. ടോട്ടൽ എത്ര ടൈമാണ് ആ എക്സാമിനുള്ളത്. ഫോർ എക്സാമ്പിൾ ഗേറ്റിനാണെങ്കിൽ 180 minutes, 3 hours ആണ് ടൈം. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നമ്മൾ അറിയണം. എക്സാമ്പിൾ സെയിം ഗേറ്റ് എക്സാമിനാണെങ്കിൽ 65 questions ആണ് ഉണ്ടാവാറുള്ളത്.
നെക്സ്റ്റ് ആ എക്സാമിന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം. പൊതുവേ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എല്ലാം മാർക്ക് ചെയ്യണം. പിന്നെ ഉണ്ടാവും ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതെന്തായിരിക്കും? പ്രോബ്ലംസ് ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടതാണ് വെയിറ്റേജ് ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ്. ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര മാർക്കാണ്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ എക്സാമിന് 1 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് എത്രയാണ്? ഇവിടെ ഗേറ്റ് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് മാത്രമേ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൂ. അപ്പോൾ അതിന് 1 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്. 1 മാർക്കിനാണെങ്കിൽ 0.33 ആണ് നെഗറ്റീവ് മാർക്കിംഗ്, 2 മാർക്സ് ആണെങ്കിൽ അതിൽ 0.66 ആണ്. അങ്ങനെ. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോവുക, എന്നാൽ മാത്രമേ നമുക്ക് അത് പിന്നെ റെഫർ ചെയ്തിട്ട് യൂസ് ആവത്തുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ഷൻ ആൻഡ് അനാലിസിസ്. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന എക്സാമിന്റെ PYQs കളക്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സിന്റെ എങ്കിലും കളക്ട് ചെയ്യണം. നമുക്ക് ഡേയ്സ് കുറവാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് ഓൺലൈൻ വെബ്സൈറ്റ്സുകളിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടാറുണ്ട്. വിത്ത് ആൻസേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്സ്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഇപ്പോൾ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അത് സോൾവ് ചെയ്ത സൊല്യൂഷൻസും കൂടിയുള്ള ടൈപ്പ് ബുക്സ് നോക്കി വാങ്ങിക്കുക. അതിനുശേഷം നമ്മൾ ഇനി നമുക്കത് അനലൈസ് ചെയ്യണം. അതായത് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് നമുക്ക് കിട്ടാത്ത ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾറെഡി ബുക്സ് ആണെങ്കിൽ അതിൽ സോൾവ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് പോവുക. ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് സിലബസ് ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് ഈ പോർഷനിൽ നിന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂങ്കിൽ നമ്മൾ ഏത് ടോപ്പിക് ഫോക്കസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ തനിയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ച് ടൈം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ എക്സാമിന് വേണ്ടിയിട്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോഴ്സ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാം. കുറച്ച് ടൈമേ ഉള്ളൂവെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാം. ഓക്കെ, കാരണം നമുക്ക് കുറച്ച് ഡേയ്സിൽ തന്നെ ഒരിക്കലും സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം നമ്മൾ എന്തിരന്മാരല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ തന്നെ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ഉണ്ട്. ലൈഫ് സയൻസസിനാണെങ്കിൽ എക്സാമ്പിൾ ബയോടെക്നിക്ക, അതുപോലെ ഈസി ബയോളജി ക്ലാസ്സസ്, ഇവരുടെയൊക്കെ എക്സ്പേർട്സ് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ റെഫർ ചെയ്യാം. അങ്ങനെയല്ല, യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ അതും ഉണ്ട് ഒരുപാട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്പെസിഫിക് എക്സാമിൻ്റെ പേര് കൊടുത്തിട്ട് നിങ്ങൾ 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ PYQ സെക്ഷൻ അവിടെ കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് അനാലിസിസ്. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന എന്താ? കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ മെയിൻ ഒരു സംഭവമാണല്ലോ കട്ട് ഓഫ്. അപ്പോൾ കട്ട് ഓഫിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്വാളിഫൈ ആവത്തുള്ളൂ. അതിനെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 5 ഇയർ കട്ട് ഓഫ് എത്രയായിരുന്നു എന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഇതേപോലെ തന്നെ വെബ്സൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ കാറ്റഗറി റിസർവേഷൻ ഉള്ളവർക്ക് അതും കൂടി കൺസിഡർ ചെയ്യാം. അപ്പോൾ അവർക്ക് കട്ട് ഓഫിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരും. ക്വാളിഫൈ ആവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കട്ട് ഓഫ് അറിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഒരു കട്ട് ഓഫ് എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് വരുന്നത്. അതിനേക്കാളും കുറച്ച് കൂടുതൽ മാർക്ക് നമുക്ക് നേടണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് അതിൽ നിന്ന് കിട്ടും. മാത്രമല്ല, ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വാളിഫൈ ആവണമെങ്കിൽ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സെക്ഷനും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എത്ര സമയം കൊടുക്കണം, ഇതൊക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ടൈം ടേബിൾ പ്രിപ്പറേഷൻ. ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ പീക്ക് ടൈം ഓഫ് സ്റ്റഡിങ്. ഇതൊക്കെ വെച്ചിട്ടാണ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. ഒരു പേഴ്സണൽ ചോയ്സ് ആണ്, നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പ്ലാൻ ചെയ്യാം. കുറച്ച് ടിപ്സ് അതിന് പറയുകയാണ്. എത്ര മണിക്കൂർ നമ്മൾ പഠിക്കണം, ഇതും ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ടോട്ടലി നമുക്ക് എത്ര ടൈം കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുണ്ട് എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക്
എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണം, ഏതൊക്കെ സെക്ഷൻസ് ആണ് ഞാൻ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സോൾവ് ചെയ്യുന്നത് എങ്കിൽ എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഞാൻ ഒരു ദിവസം സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ടൈം കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ അവേഴ്സ് ഒരു ദിവസം ഡിവോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട്. ടൈം ടേബിൾ റിവൈസ് ചെയ്യാനായിട്ടും മറ്റ് വർക്ക്സിനും അതുപോലെ തന്നെ ഡെയിലി റുട്ടീൻസിനുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു ടൈം ടേബിളാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താണ് ഞാനിപ്പോൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡൗട്ട് വരത്തില്ല. നെക്സ്റ്റ് തിങ്, അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇത് ഒരിക്കലും ഒരു ലെഫ്റ്റ് ഓവർ തിങ് അല്ല പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിൽ. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പൊതുവേ ടെൻഷൻ വരും, ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. ആലോചിക്കും, ഞാൻ സിലബസ് ഫുള്ള് നന്നായി കവർ ചെയ്യണ്ടേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതിയോ, ഈ ബുക്ക് നോക്കിയാൽ മതിയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ബുക്ക് നോക്കണോ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ നമുക്ക് ഉള്ള ടൈം നമുക്ക് നഷ്ടമാവുകയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ഒരു കുറച്ച് ദിവസം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇനി കിട്ടുന്ന ടൈമും കൂടി നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് നമുക്ക് ടൈം കൊടുക്കരുത്. അപ്പം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്റ്റേ പോസിറ്റീവ്. ഫസ്റ്റ് തിങ്, മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേഷൻ ഉള്ളവരാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ മോട്ടിവേഷണൽ കോട്ട്സ് വായിക്കാം, ബുക്സ് വായിക്കാം. പക്ഷേ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ആ വീഡിയോസ് കണ്ട് അതിൻ്റെ ഒഴുക്കിലങ്ങ് പെട്ടുപോകരുത്. ബാക്കി തിരിച്ചു വന്ന് പഠിക്കണം. നെക്സ്റ്റ് തിങ്, ഹെൽത്ത്, ഡയറ്റ് ആൻഡ് എക്സസൈസ്. അതായത് നമ്മൾ നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം, എക്സസൈസ് ഒക്കെ ചെയ്യണം, ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കണം. തേർഡ് വൺ, സ്ലീപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവശ്യത്തിന് ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങണം. ഫോർത്ത് ആൻഡ് ഫൈനൽ തിങ്, ജേർണലിംഗ്. അതെന്താണ്? നെക്സ്റ്റ് ഡേ നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് എഴുതി വെക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ദിവസം എന്തൊക്കെ പഠിച്ചു, അടുത്ത ദിവസം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ, ഇത് നോട്ട് ചെയ്യുന്നതിനെയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതും വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് അടുത്ത ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ നിന്ന് തുടങ്ങാമെന്നുള്ളൊരു ഡൗട്ട് കാണത്തില്ല. പ്രോപ്പർ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ കുറച്ച് സജഷൻസ് മാത്രമായിരുന്നു. ഇനി ഇതുപോലെ ഓരോരുത്തർക്കും അവരുടേതായ വേറെ വേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ കണ്ടത്? കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, അതിനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് കണ്ടത്. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുക. അതുപോലെ ഇപ്പോൾ നമ്മൾ ക്വാളിഫൈ ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പേടിക്കാതിരിക്കുക. കാരണം അടുത്ത വർഷം ആ എക്സാം പിന്നെയും വരും, നമുക്ക് പിന്നെ എഴുതാമല്ലോ. സോ ഓർക്കുക, സക്സസ് ഇസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഇസ് നോട്ട് ഫേറ്റൽ, ഇറ്റ് ഈസ് കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മൈക്രോബ് ചാനലിനെ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.